KCV ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IBPS വിജ്ഞാപന പ്രകാരം വിവിധ ബാങ്കുകളിലേക്ക് ക്ലർക്കുമാരെ നിയമിക്കുന്നതിന് ആവശ്യമായ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10,277 ക്ലർക്കുമാരുടെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ 330 ഒഴിവുകളാണ് ഉള്ളത്. ഓരോന്നും വിശദമായി പരിശോധിക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ജോലി ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് ജോലി കിട്ടിയാൽ അതിൽ പരം അനുഭൂതി പകരുന്ന മറ്റെന്താണുള്ളത്? ക്ലറിക്കൽ കേഡർ തസ്തികയിൽ 2026-27 വരുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത്. നിയമന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന 11 ബാങ്കുകളിലായി 10,277 ഒഴിവുകളുണ്ട്. ഇതിൽ 330 എണ്ണം കേരളത്തിലാണ്. ലക്ഷദ്വീപിൽ 7 ഒഴിവുകളുണ്ട്. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. നിയമന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഓരോ ബാങ്കുകളും കേരളത്തിൽ എത്ര ഒഴിവുകളുണ്ട് എന്ന വിവരവും പട്ടികയായി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 24,050 രൂപ, 64,480 രൂപ എന്ന ശമ്പള സ്കെയിലിലാണ് സാലറി ഫിക്സ് ചെയ്തിരിക്കുന്നത്. മറ്റ് അലവൻസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് ആവശ്യമായ യോഗ്യത. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. കേരളത്തിലും ലക്ഷദ്വീപിലും മലയാളം അറിയണം. കമ്പ്യൂട്ടർ അറിവുണ്ടായിരിക്കണം. യോഗ്യത ഓഗസ്റ്റ് 21 മുൻപ് നേടിയതായിരിക്കണം. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC-കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ്. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. വിധവകൾക്കും പുനർവിവാഹിതരാകാത്ത വിവാഹമോചിതകൾക്കും 35 വയസ്സുവരെ അപേക്ഷിക്കാം. സംസ്ഥാന തലത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിനായി ഒബ്ജക്റ്റീവ് മാതൃകയിൽ ഓൺലൈനായി പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾ നടത്തുന്നതാണ്. പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിലും മുഖ്യ പരീക്ഷ നവംബറിലും നടക്കും. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് 2026 മാർച്ചിൽ പ്രസിദ്ധീകരിക്കും. പ്രിലിമിനറി പരീക്ഷയ്ക്ക് 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. സിലബസ് സംബന്ധിച്ച വിശദമായ പട്ടിക സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 1 മണിക്കൂറായിരിക്കും പരീക്ഷ. പ്രിലിമിനറിയിൽ യോഗ്യത നേടുന്നവരുടെ ചുരുക്കപ്പട്ടിക നവംബറിൽ പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർക്കായിരിക്കും മെയിൻ പരീക്ഷ. മെയിൻ പരീക്ഷയ്ക്ക് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയിൽ നിന്നുള്ള 200 മാർക്കിൻ്റെ 155 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 2 മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം. ചോദ്യപേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും ലഭിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ പ്രാദേശിക ഭാഷയിലുള്ള അറിവ് തെളിയിക്കുന്നതിന് 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ഹാജരാക്കണം. 10ാം ക്ലാസ്സിൽ പ്രാദേശിക ഭാഷ ഒരു വിഷയമായി പഠിച്ചിട്ടില്ലാത്തവർ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കൂടി അഭിമുഖീകരിക്കേണ്ടി വരും. കേരളത്തിൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും മുഖ്യ പരീക്ഷയ്ക്കും ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങളുണ്ടായിരിക്കും. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിമുക്ത ഭടന്മാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഫീസ് ഓൺലൈനായി അടയ്ക്കണം. IBPSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ മാത്രമാണ് അപേക്ഷിക്കാനാവുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോ, ഒപ്പ്, ഇടത് തള്ളവിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ വെബ് ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി പകർത്തിയ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷാ തീയതി അവസാനിച്ച ശേഷം 2 അല്ലെങ്കിൽ 3 ദിവസം അപേക്ഷയിൽ തിരുത്തലിന് അവസരമുണ്ടാകും. ഇതിന് 200 രൂപ വേറെ ഫീസായി ഈടാക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 21 ആണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.
നമസ്കാരം.